നമസ്കാരം. ഭാര്യയുടെയും കുട്ടികളുടെയും സ്വകാര്യ ചിത്രങ്ങൾ മന്ത്രവാദിക്ക് അയച്ചു കൊടുത്ത യുവാവിൻ്റെ ശിക്ഷ ശരിവെച്ച് ഫുജൈറ അപ്പീൽ കോടതി. വാട്സപ്പിലൂടെയാണ് ഇയാൾ ആത്മീയ ചികിത്സകനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന മന്ത്രവാദിക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നത്. ഭർത്താവ് തനിക്കും മക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി മന്ത്രവാദം നടത്തിയെന്ന് ആരോപിച്ച് ഭാര്യ പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. പിണങ്ങിപ്പോയ ഭാര്യയെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യം ചെയ്തതെന്നാണ് യുവാവിൻ്റെ വാദം. പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്നതിൽ വിദഗ്ധനാണെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിരുന്ന മറ്റൊരു അറബ് രാജ്യത്ത് താമസിക്കുന്ന സ്ത്രീയുമായി ഇയാൾ ബന്ധപ്പെടുന്നു. വാട്സപ്പ് വഴി ഇവരുമായി ആശയവിനിമയം നടത്തുകയും 20,000 ദിർഹം നൽകാൻ സമ്മതിക്കുകയും ചെയ്തു. കൂടാതെ ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങളും സ്വന്തം വീഡിയോയും ഇരുവരുടെ ഫോൺ നമ്പറുകളും ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ സ്ത്രീ 25,000 ദിർഹം കൂടി ആവശ്യപ്പെട്ടപ്പോൾ യുവാവ് അത് നൽകാൻ വിസമ്മതിച്ചു. തുടർന്ന് ചിത്രങ്ങളും സന്ദേശങ്ങളും ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത് തന്നെ തുറന്നു കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം അവഗണിച്ച യുവാവ് ഇതേ ആവശ്യത്തിന് മറ്റൊരു മന്ത്രവാദിയെ സമീപിക്കുകയും ചെയ്തു. 10,000 ദിർഹം നൽകുകയും ചെയ്തു. അതും പരാജയപ്പെട്ടപ്പോൾ പണം ആവശ്യപ്പെടാത്ത മൂന്നാമതൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടു. എന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഇയാൾ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. തുടർച്ചയായ പീഡനം കാരണം 2 മാസം മുൻപാണ് ഭാര്യ വിവാഹബന്ധം വേർപെടുത്താൻ അപേക്ഷ നൽകി വീട്ടിൽ നിന്നും പിണങ്ങി മാറിയത്. ഇതിനിടെ UAEക്ക് പുറത്തുനിന്നുള്ള ഒരു സ്ത്രീ തന്നെ ബന്ധപ്പെടുകയും ഭർത്താവ് മന്ത്രവാദം ഉപയോഗിച്ചതിന് 35,000 ദിർഹം തന്നാൽ തെളിവ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണെന്നും യുവതി കോടതിയെ അറിയിച്ചു. തെളിവില്ലാതെ പണം നൽകാൻ ഭാര്യ വിസമ്മതിച്ചപ്പോൾ ആ സ്ത്രീ വീഡിയോയും ചിത്രങ്ങളും മന്ത്രവാദത്തിൻ്റെ ചിത്രങ്ങളും അയച്ചു കൊടുത്തു. ഇവയെല്ലാം തെളിവായി യുവതി അധികൃതർക്ക് സമർപ്പിക്കുകയായിരുന്നു. ഒന്നാം കോടതി ഇയാൾക്ക് 6 മാസത്തെ തടവ് ശിക്ഷ വിധിക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കണ്ടുകെട്ടി നശിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. വിധി ചോദ്യം ചെയ്തുകൊണ്ട് യുവാവ് അപ്പീൽ നൽകിയെങ്കിലും വിധി ശക്തമായ തെളിവുകളുടെയും നിയമപരമായ ന്യായീകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് കണ്ടെത്തി അപ്പീൽ കോടതി ഇയാളുടെ വാദം തള്ളുകയായിരുന്നു. കൂടാതെ അപ്പീൽ തള്ളുകയും 6 മാസത്തെ തടവ് ശിക്ഷയും വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള ആദ്യ വിധിയും ഔദ്യോഗികമായി ശരിവെക്കുകയും ചെയ്തു.